നിശ്ചയം. ഭഗവാനെ, ഇത്ര വൈകി ഇറങ്ങണ്ടെന്ന് പേടിച്ച് പറഞ്ഞതാണ്. എന്നുവച്ചാൽ പോകാണ്ടിരിക്കാൻ കഴിയില്ലാതെ. ശങ്കരമംഗലത്ത് 7:30 വെളുപ്പിനെത്തണ്ടേ? കാമുണ്ടശ്ശേരി മനയിലെ പൂജ അഗ്രസ്ഥലത്താ. അപ്പം ബ്രഹ്മാണ്ഡ നമ്പൂതിരിപ്പാടം എത്താണ്ടിരിക്കാൻ വയ്യാലോ. ഇത്തിരി എത്തിയാലോ, അതുകൊണ്ടാ പുറപ്പെട്ടെ. ഇനി അധികം ഇല്ല, ഒരു 2 നാഴിക കൂടി കാണും. എന്തായാലും നടക്കുക തന്നെ. ഓരോ ഓട്ടവനെയും വഴിയൊന്നും കാണില്ലല്ലോ. ആരാത്? മേലാട്ട് മീൻചന്തയിലേക്ക് പോകുന്ന പുലിയത്തിക്കട വാണേ തിരുമേനി. ആ, ശിവ ശിവ, എന്തായി കാണേ? പുലരി ഉദിച്ചു വരികയാണെന്നല്ലോ നാം ഇരിച്ചത്. എന്താ നിന്റെ പേര്? നീലി. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ചുണ്ണാമ്പ് പൊതിയെടുക്കാൻ മറന്നു. ഈ തണുപ്പിന് ഒന്ന് മുറുക്കാൻ ഇവിടെ ഇരുന്നതാ. ചുണ്ണാമ്പില്ലാത്തതിനാ മുറുക്കാൻ പറ്റിയില്ല. തിരുമേനിയുടെ കയ്യിൽ കാണുമോ അല്പം ചുണ്ണാമ്പെടുക്കാൻ? പിന്നെന്താ, നമുക്ക് വിശദമായൊന്ന് മുറുക്കി തണുപ്പ് മാറ്റി അങ്ങോട്ട് പോകാം. എന്തേ? എന്താ ഇത്? വിരലുകൾ വിട്ടു പോരുന്നില്ല. ഇതെന്തു മന്ത്രമാ നീ കാണിച്ചത്? അതിന് ഞാനൊന്നും കാണിച്ചില്ലല്ലോ. വാ തിരുമേനി, എല്ലാം വിശദമായിട്ട് കണ്ടു കേട്ട് പോകാൻ. ഇതെങ്ങോട്ടാണ് നീ എന്നെ കൊണ്ടുപോണേ? ആട്ടെ, നോമ്പ് വരണ്ട്. ദുർനടപ്പമായി നടക്കുന്നു. എല്ലാ പുരുഷവർഗത്തിന്റെയും നെഞ്ച് പുലർന്ന് ആ ചുടുരക്തം നുകർന്നെങ്കിൽ എന്റെ താൻ ശ്രമിക്കൂ. ഈ കളിയങ്ങോട്ട് ദേശം ഞാൻ ശവങ്ങൾ കൊണ്ട് വിഷിതം മുറിക്കും. സമൂഹ മാധ്യമങ്ങളുടെ അമിതമായ ദുരുപയോഗം മൂലം സങ്കടക്കടലിന്റെ ആഴങ്ങളിലേക്ക് നിമിത്താവുന്ന പുതുതലമുറയ്ക്ക് മുമ്പിൽ ഒരു മുന്നറിയിപ്പുമായി ഞങ്ങൾ അവതരിപ്പിക്കുന്ന നാടകം യക്ഷിപ്പകർപ്പുകൾ. ഒന്ന് നിൽക്കണേ. വഴി അറിയാതെ കാട്ടിൽ കുടുങ്ങിപ്പോയതാണ് കുഞ്ഞെ. ഇരുട്ടായപ്പോൾ ഇതാ ഇവിടെ ഈ മരച്ചുവട്ടിലിരുന്നു. ആരെങ്കിലും വരുമ്പോ അവരുടെ കൂട്ടത്തിൽ പോകാന്ന് വിചാരിച്ചു. ആരും വന്നില്ല. അങ്ങനെ ഇരുന്ന് മടുത്തപ്പോഴാ കൊഞ്ഞു വരണേ. അത് ശരി. വല്യമ്മയ്ക്ക് എങ്ങോട്ടാ പോകേണ്ടത്? ഞാൻ കൊണ്ടുചെന്നാക്കാം. ശങ്കരമംഗലത്തിന് മകളെ കാണാൻ ഇറങ്ങിയതാ മകനെ. ആട്ടെ, മോന്റെ കയ്യില് ചുണ്ണാമ്പുണ്ടോ? ഒന്നും മുറുക്കിയിട്ട് നേരെ ഒരുപാടായി. ചുണ്ണാമ്പാണോ വല്യമ്മയ്ക്ക് വേണ്ടത്? അതിനെന്താ, തരാമല്ലോ. നിന്റെ ഈ കളി അവസാനിപ്പിക്കാൻ തന്നെയാണ് ഞാൻ ഇന്ന് വന്നത്.
ചെറുപ്പക്കാരെ വശീകരിച്ച് രക്തമൂറ്റി കുടിച്ച് ജീവിക്കുന്ന നീ ഭാവമോ? എന്റെ വശീകരണത്തിൽ വീണുപോകുന്ന മനോബലമില്ലാത്ത അല്പപ്രാണികളായവരെ ഞാൻ കൊല്ലും.